പീരിമേട് പട്ടുമുടി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം 3 കൊമ്പനാനകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ 3ഓളം കർഷകരുടെ ഏലം കൃഷിയും ഏക്കർ കണക്കിന് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാഗ്യം സ്കിൻ സ്പെഷ്യൽ ഹോസ്പിറ്റൽ കമ്പം. നഖത്തിലുണ്ടാകുന്ന വിരച്ചുറ്റും ത്വക്കുരോഗങ്ങളും ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളും വരഞ്ഞുകീറലും നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവോ? മുഖക്കുരുവും കറുത്തമറുകും മുടികൊഴിച്ചിലും വെള്ളപ്പാണ്ടും നിങ്ങളുടെ സൗന്ദര്യം കുറയ്ക്കുന്നുവോ? കൈകളിലെ തഴമ്പ് നിങ്ങളുടെ കൈയുടെ മാർദ്ദവം കുറയ്ക്കുന്നുവോ? എങ്കിൽ ഉടൻ പരിഹാരമുണ്ട്. ഭാഗ്യ ആശുപത്രി കമ്പം. പീരിമേട് പട്ടുമുടി എസ്റ്റേറ്റ്, പട്ടുമല എസ്റ്റേറ്റ് എന്നിവയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ജനവാസ മേഖലയിൽ തേയിലത്തോട്ടത്തിലാണ് കാട്ടാനകൾ എത്തിയത്. ഇന്നലെ രാത്രി എത്തിയ കാട്ടാനകൾ ഇതുവരെയും വനത്തിനുള്ളിലേക്ക് പോകാതെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT ടീം ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാട്ടാനകളെ ആദ്യം കാണുന്നത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട തൊഴിലാളികൾ വാർഡ് മെമ്പറെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം തുടരുന്നുമുണ്ട്. ഇതിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രദേശത്ത് ഇറങ്ങുന്ന കാട്ടാനകൾ ജനങ്ങൾക്ക് ഏറെ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. സംഭവത്തെ തുടർന്ന് എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും ജനവാസ മേഖലയിൽ കുടുങ്ങിയിരിക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിവിടുന്നതിന് പൊതുജനങ്ങളുടെ സഹായത്തോടെ ഡ്രൈവ് നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. ഇതോടൊപ്പം വന അതിർത്തിയോട് ചേർന്ന ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്തിന് പുറത്തേക്ക് ആനകളെ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നതായും പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് പറഞ്ഞു. രാവിലെ 7 മണി മുതൽ 3 കൊമ്പനാനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വിളി വരുന്നത്. അപ്പൊ തന്നെ പട്ടുമുടി മെമ്പറായ ബിജു മെമ്പറും പട്ടുമല മെമ്പറായ മേഡിസിൽ വെക്കയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വാച്ചർ അടക്കം ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകളടക്കം എല്ലാവരും തന്നെ RRT വിളിക്കുകയും RRT ടീം എനിക്ക് തോന്നുന്നു ഒരു 10-11 പേര് നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 സ്ഥലത്തായിട്ട് തൊഴിലാളികൾ എസ്റ്റേറ്റിലെ മരുന്നടിക്കുന്ന ആൾക്കാരും കൊളുമ്പെടുക്കുന്ന ആൾക്കാരും 2 സൈഡിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഈ 3 കൊമ്പൻ ആനകളെ നമ്മൾ ആൾക്കാർ ഒച്ചയിടുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്തായാലും ഈ ചതമ്പക്കാടിന്റെ ഭാഗമായിട്ട് മാറി നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ ആവശ്യപ്പെടുന്ന വേറൊന്നല്ല, ഇത് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഭരണസമിതി വന്ന് ഇപ്പം ഒരു 8 മാസം ആയതേ ഉള്ളൂ. എന്നാലും പണ്ട് തൊട്ടേ ഈ ആനയുടെ ശല്യം ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ മാക്സിമം എനിക്ക് തോന്നി പട്ടുമല പട്ടുമുടി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യമായിട്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു കൃഷി സ്ഥലത്തിൽ വന്ന് നിന്നിട്ട് രാവിലെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട് മുറ്റത്ത് ആന നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ബഹുമാനപ്പെട്ട MLA ഇന്നലെ വന്ന് ആ വീടുകൾ സന്ദർശിക്കുകയും ബാക്കിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഈ ആന ഈ ഭാഗത്തിൽ ഡ്രൈവ് ചെയ്ത് മാറ്റി തരിക. ആ ഒരു ആനയുടെ ശല്യവും ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ നോക്കി ഞങ്ങള് വെച്ചെടുക്കാരൊക്കെ പണി ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ആനയെ കണ്ടത്. നമ്മളെ ഫാക്ടറിന്റെ ടവറിന്റെ താഴെ നിന്നത്. അത് ഞങ്ങൾ ഓടിച്ചിട്ട് ഇങ്ങനെ ഇറക്കിയപ്പോൾ ഫാക്ടറിയുടെ പുറകിൽ വന്നത് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. ഡെയിലി ഇത് തന്നെ ഇപ്പൊ മാസങ്ങളായി, 2-3 മാസമായി. എന്നാൽ സംഭവത്തിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തിരിച്ചു പോകാനുള്ള വഴി കൃത്യമായി ആനകൾക്ക് അറിയാത്തത് കൊണ്ടാണ് പടക്കം പൊട്ടിച്ചിട്ടും ആളുകൾ ബഹളം വെച്ചിട്ടും കാട്ടാനകൾ തിരികെ കാട്ടിലേക്ക് പോകാത്തത് എന്നാണ്. ഏറ്റവും അടിയന്തരമായി തന്നെ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിവിടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരിമേട്.